പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവന്തികയും നാഗേന്ദ്രനും കൂടി മൂർത്തി ജ്വല്ലറിയുടെ സാമ്രാജ്യം തകർക്കുകയാണ്. അങ്ങനെ ആദർശ നയനെ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ അവന്തിക തന്നെയാണെന്ന്. അങ്ങനെ ആദർശന് വലിയൊരു വിഷമം ഉണ്ടാവുകയാണ്. മുംബൈയിലുള്ള വലിയ പ്രൊജക്റ്റ് ആദർശനായിരുന്നു കിട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ പ്രൊജക്റ്റ് AM ജ്വല്ലറിക്ക് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ആദർശ സങ്കടത്തോടു കൂടി ഇക്കാര്യം മുത്തശ്ശനോട് പറയുകയാണ്. മുത്തശ്ശ, ഞാൻ ഈ പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ ആ പ്രൊജക്റ്റ് കിട്ടിയത് AM ജ്വല്ലറിക്കാണ്. ഇതിനിടയിൽ ആരോ കളിക്കുന്നുണ്ട് മുത്തശ്ശ. ഇനി നവ്യയായിരിക്കുമോ AM ജ്വല്ലറിക്ക് നമ്മുടെ ട്രിക്കുകളെല്ലാം ചോർത്തി കൊടുത്തത്? അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യ വഴി എന്തറിയാനാ? അവൾക്ക് ഓഫീസിലെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് ചിലപ്പോൾ നിന്റെ പെർഫോമൻസ് കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കും. അങ്ങനെ AM ജ്വല്ലറിക്ക് 6 വർഷത്തേക്കുള്ള ഡീൽ കിട്ടുകയാണ്. അങ്ങനെ നാഗേന്ദ്രന് വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്ര ഒരു പാർട്ടിയെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന്തിക പറയുന്നുണ്ട്, അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു. മൂർത്തി ജ്വല്ലറിയെ നമുക്ക് തോൽപ്പിക്കാൻ സാധിച്ചു. ആ ആദർശ് എന്ന് പറയുന്നവൻ തോറ്റു. ഇനി നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മോൾ അനന്തപുരിയിൽ മുത്തശ്ശനെയും അവിടെയുള്ളവരെ എല്ലാവരെയും കയ്യിലെടുക്കണം. ആ ആദർശിന് ഒരു സ്ഥാനവും അവിടെ ഉണ്ടാകരുത്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ശരിക്കും ഞാൻ അവരെ കയ്യിലെടുത്തിരിക്കുകയാണ്. അവരുടെ എല്ലാം പൊന്നോമനയാണ് ഞാനിപ്പോൾ. എൻ്റെ ഏട്ടനെയും അമ്മയും എല്ലാം ഞാൻ തള്ളി പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ നാടകം അവരെല്ലാം വിശ്വസിച്ചു. അതുകൂടെ തന്നെ ഒരു സംശയം അവർക്കാർക്കുമില്ല. അത് കേട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണം മോളെ. അങ്ങനെ ആദർശ് പരാജയപ്പെട്ടു വരുമ്പോൾ മൂർത്തി സാറിന് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. ഇതിനു മുൻപ് മൂർത്തി സാർ ഇങ്ങനെ തന്നെയായിരുന്നു. കമ്പനിക്ക് ആരെയും നഷ്ടമുണ്ടാക്കുകയോ നല്ല രീതിയിൽ വർക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അവരെ പുറത്താക്കുകയാണ് അയാൾ ചെയ്യാറുള്ളത്. അതിപ്പോൾ കുടുംബക്കാരായാലും അങ്ങനെ തന്നെ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, ആദർശിനോടാണ് മുത്തശ്ശന് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. അതുകൊണ്ട് കമ്പനിയിൽ പുറത്താക്കാനൊന്നും പോകുന്നില്ല. അത് കേട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അവനെ പുറത്താക്കിയിട്ടില്ലെങ്കിലും സാരമില്ല, പക്ഷെ മോൾ അവനെ തരം താഴ്ത്തണം, എന്നിട്ട് അവൻ്റെ സ്ഥാനത്ത് മോൾ കയറണം എന്ന് പറയുകയാണ്. അതെങ്ങനെ പറ്റും എന്ന് അവന്തിക ചോദിക്കുമ്പോൾ വേറൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അത് മോള് മൂർത്തി ജ്വല്ലറിക്ക് നേടിക്കൊടുക്കണം. മോളാണ് അത് നേടിക്കൊടുത്തതെന്ന് മൂർത്തി സാർ മനസ്സിലാക്കണം. പക്ഷേ ആ പ്രൊജക്റ്റ് കൊണ്ട് വലിയ നേട്ടമൊന്നും മൂർത്തി ജ്വല്ലറി ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ അവന്തിക അത് നല്ലൊരു ഐഡിയ ആണ്, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശം എങ്ങനെ സംഭവിച്ചത്? ഈ ഡീല് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പരാജയത്തിൽ നിന്ന് ഒരു ചെറിയ രീതിയിലെങ്കിലും കര കയറാമായിരുന്നു. അത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ ആത്മാർത്ഥമായി ശ്രമിച്ചതാണ്. നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാ. പിന്നെ ഇതിങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല എന്ന് പറയുകയാണ്. ആ സമയം അവന്തിക ചിന്തിക്കുന്നുണ്ട്, ആദർശിനെ എങ്ങനെയെങ്കിലും ചവിട്ടി താഴ്ത്തണം. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശ്, മോൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വലിയ പരാജയമാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. അതുകൊണ്ട് മോൻ കുറച്ചുനാൾ മൂർത്തി ജ്വല്ലറിയിൽ മോൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കണം. കുറച്ചുനാൾ അവന്തിക മോൾ കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. അത് കേട്ട് സങ്കടത്തോടു കൂടി ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനോട് പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ മുത്തശ്ശൻ പറഞ്ഞിട്ടില്ല. കുറച്ചുനാൾ അവന്തിക കാര്യങ്ങൾ ചെയ്യട്ടെ. മൂർത്തി ജ്വല്ലറി എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് നോക്കാം. മുത്തശ്ശൻ്റെ വാക്കുകൾ കേട്ട് അവന്തികയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. ഇനിയിപ്പോൾ ആദർശിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ ആദർശിൻ്റെ സ്ഥാനത്ത് ഇനി ഞാനായിരിക്കും. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. അങ്ങനെ സന്തോഷിക്കുകയാണ് അവന്തിക. അങ്ങനെ അവന്തിക ജ്വല്ലറിയിൽ എല്ലാ കാര്യങ്ങളും വളരെ കൂടുതൽ ആക്റ്റീവ് ആകുന്നുണ്ട്. അങ്ങനെ മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി അവന്തിക വിജയങ്ങൾ കൈവരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശന് വളരെ കൂടുതൽ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുകയാണ്, മൂർത്തി ജ്വല്ലറി പഴയ പ്രതാപത്തിലെത്തി വസുന്ധര. എല്ലാത്തിനും കാരണം അവന്തിക മോളാണ്. അത് കേട്ട് മുത്തശ്ശിയും പറയുന്നുണ്ട്, ശരിയാണ്, അവന്തിക മോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോൾ ആദർശിനേക്കാൾ വലിയ സ്ഥാനമാണ്. അങ്ങനെ മുത്തശ്ശി ആദർശിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും മൂർത്തി ജ്വല്ലറിയിൽ ഒരു സ്ഥാനവും നൽകുന്നില്ല. അങ്ങനെ ആദർശ് ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മുത്തശ്ശൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. അത് മുത്തശ്ശന് തെളിവ് സഹിതം തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണം. അങ്ങനെ അവന്തികയിൽ ചെറിയ സംശയം നയനയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ നയന ആരും കാണാതെ അവന്തികയുടെ ഫോൺ പരിശോധിക്കുകയും അങ്ങനെ നയന തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും മുത്തശ്ശനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ മുത്തശ്ശൻ ആദർശിനോട് സങ്കടത്തോടു കൂടി മാപ്പ് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അവന്തിക ജ്വല്ലറിയിൽ നിന്നും
അനന്തപുരിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആദർശ് മൂർത്തി ജ്വല്ലറിയിൽ തൻ്റെ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്.